ഈ ഒരു സംഭവമാണ് നമ്മുടെ സ്റ്റാർ മാജിക്ക്. അപ്പം സ്റ്റാർ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പുതിയ പേരിട്ടുണ്ട് സ്റ്റാർ മാജിക്ക്. നമുക്ക് കല്യാണ പന്തലിലൊക്കെ ഇതുപോലെ ഒരുപാടുണ്ടെങ്കിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പന്തലിനൊരു അലങ്കാരമായിരിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും പഠിക്കുക. നമ്മുടെ സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പം വീഡിയോയിലേക്ക് കടക്കുവാണ്. ഇതാണ് നമ്മുടെ കിളന്ന ഓല. പപ്പ ഇപ്പം കണ്ടിക്കാൻ പോവാണ്. കണ്ടോ ഗൈസ്, ആ ഈർക്കലേക്ക് കൂടെ കണ്ടിച്ചു. എന്ത് താല്പര്യം ശരിമില്ല. അങ്ങനെ കണ്ടിച്ച് അതിൻ്റെ പുറകോട്ടുള്ളത് നമ്മൾ നേരെ കളയുക. ഈർക്കലിയാണ് ഗൈസ് അത്. ഇതുപോലെ നമ്മളിങ്ങനെ എടുക്കുക. എടുത്ത ശേഷം ആവശ്യമുള്ള അത്ര നമ്മളിങ്ങനെ എവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. നമുക്കിപ്പോൾ അത്ര ആവശ്യം മതി. മിച്ചം വന്നത് ദൂരോട്ടെടുത്ത് കളയുക. അപ്പോൾ നമുക്ക് 4 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. 4 പീസ് നമ്മൾ അറ്റത്തിങ്ങനെ കൈ തട്ടി ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ നടുവ് പാതി ഇങ്ങനെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറകിലൊന്ന് നല്ലപോലെ നമക്കി കൊടുക്കുക. എന്നിട്ട് ആദ്യമേ തന്നെ രണ്ടെണ്ണം കയ്യിലെടുക്കുക. കണ്ടോ, ഇങ്ങനെ കിട്ടുമല്ല. എന്നിട്ട് രണ്ടെണ്ണം കൈ എടുത്തിട്ട് ഇപ്പോൾ പപ്പ കാണിച്ചു തരുന്നതാണ്. നിൽക്കട്ടെ. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ 4 പീസ് പോലെ 4ആയിട്ട് കോർത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. 4 എണ്ണം ഇങ്ങനെ കാറ്റാടി പോലെ ആദ്യം നമ്മൾ ഉണ്ടാക്കുക. കണ്ടോ ഗൈസ്, അതിലേക്കൂടി ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. ഇനിയാണ് പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇനി പപ്പ അടുത്തത് 4 സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കാണിക്കുന്നതാണ്. കണ്ടോ ഗൈസ്, ഇതുപോലെ ആകുമ്പോൾ രണ്ടിടത്തും രണ്ടെണ്ണം ഇങ്ങനെ വരുന്നതാണ്. മൊത്തം 8 പീസായി. ഇപ്പം മൊത്തം 8 പീസായിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പം ഇങ്ങനെയാണ് അടുത്തത് കാണുന്നത്. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ഞങ്ങൾ ഇടുന്നതാണ്. കണ്ടോ ഗൈസ്, അതിനകത്തോട്ട് ഇട്ടിട്ട് കൂർപ്പിച്ച് അങ്ങനെ വെക്കണം ഗൈസ്. എന്നിട്ട് അവിടെ നമക്കി കൊടുക്കുവാണെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ സെറ്റായി വരും. അതുപോലെ എല്ലാ സൈഡും ചെയ്യണം. ഇതുപോലെ ഇനി എല്ലാ സൈഡും ഇങ്ങനെ ചെയ്യണം ഗൈസ്. ഇപ്പം തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, കിളുന്ന ഓലയൊക്കെ ആയതുകൊണ്ട്. അതിൻ്റെ അകത്തൂടെ വേണം ഗൈസ് കയറ്റാൻ. എന്നിട്ടൊന്ന് അമ്മയ്ക്ക് കൊടുക്കണം. കണ്ടോ, മുമ്പേ ചെയ്തത് കാണുമ്പോൾ നല്ല രസമില്ലേ? ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല കിളുന്ന ഓല എടുത്തിട്ട് വേണം ചെയ്യാൻ. തെങ്ങിൻ്റെ ഓലയാണ് വേണ്ടത്. തെങ്ങിൻ്റെ ഓലയാണ് ഗൈസ് വേണ്ടത്. കണ്ടെങ്കിൽ അറ്റം ഇങ്ങനെ കൂർപ്പിച്ച് പോലെ വെക്കുക. കണ്ടോ ഗൈസ്, ഇനി ഒരു തവണയും കൂടെ ചെയ്താൽ മതി. നമുക്കിപ്പോൾ 7 സൈഡ് ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് 8ാമത്തെ സൈഡാണ്. 8ാമത്തെ സൈഡാണ് ഇപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്.
കണ്ടോ ഗൈസ്, ഇപ്പൊ 8 ഇങ്ങനെ കിളുന്ന ഓലയിലാണ് ചെയ്യേണ്ടത്, എന്നെങ്കിലേ നമുക്ക് ആ വർക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ നല്ലൊരു ഭംഗിയിലായിട്ടുണ്ട് ഈ സാധനം. ഇതാണ് അതിൻ്റെ ഒന്നാം ഘട്ട വർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിനൊക്കെ ഡെക്കറേഷൻ ഇടങ്കിൽ നല്ല ഇതാണ്. അപ്പോൾ ഇവിടം കൊണ്ട് ഇങ്ങനെ ഒരു ഈർക്കിളി കുത്തിക്കഴിഞ്ഞാൽ നല്ല ശേലായിരിക്കും കാണാൻ. അപ്പം അടുത്ത ഇതിൻ്റെ വർക്ക് വീണ്ടും കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ഈ ഒരറ്റമില്ല, ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ ഗ്യാപ്പിൽ വെക്കുക. ഈ ഗ്യാപ്പിൽ വെക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഗ്യാപ്പ് കിട്ടും. ആ കോണ് മടക്കിനകത്തോടെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പളത്തിന് മേളിൽ ഇങ്ങനെ കൂർത്ത് വരും. മേളിൽ ഇപ്പം കൂർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓല വീണ്ടും ഇങ്ങോട്ട് എടുക്കുക. ഇത് വീണ്ടും ഇങ്ങനെ പിടിച്ച് ഇതിലെ കടത്തി വിടുമ്പോൾ നമ്മൾ ആ കൂർമന എടുത്ത സൈഡിൽ കൂടെ വീണ്ടും വരുന്നതായിരിക്കും. ഇതിന് 4 തവണ മേലിൽ ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ താഴെ 4 തവണ ചെയ്യുക. അതങ്ങനെ വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഓല എടുത്ത് ഇങ്ങോട്ട് മടക്കുക. ഈ ഓല എടുത്ത് നമ്മൾ ഇതിലെ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ കോണ് മടക്കിനകത്തൂടെ വന്ന് അവിടെ നല്ലൊരു ഡിസൈൻ പോലെ വരികയാണ്. ഇപ്പൊ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പം വീണ്ടും നമ്മൾ ഇതെടുക്കുക, ഇതിലെ വലിക്കുക. കണ്ടോ ഗൈസ്, അടിപൊളിയായിട്ടില്ലേ? അപ്പം നമ്മുടെ ഒരു സൈഡ് തീർന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് മടക്കുന്നു. ഇപ്പൊ ചെയ്ത് തന്നെ ചെയ്തപോലെ തന്നെ ഈ ഓല എടുത്ത് ഇങ്ങോട്ട് മടക്കുന്നു. നമ്മൾ ഇവിടുന്ന് ഒരു ക്രോസ് എടുത്ത് ഇതിലെ വെക്കുന്നു. അപ്പോൾ നമുക്ക് ആ കോണ് വന്ന സൈഡുണ്ട്, ഈ കോണ് അതിലേക്കൂടെ ഇങ്ങനെ അതിലെ പയ്യെ വലിച്ചെടുക്കുക. പയ്യെ വലിച്ചെടുക്കുമ്പോൾ അവിടെ ആ കോണ് പോലെ വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഓല ഇങ്ങോട്ട് മടക്കുക. ഇങ്ങോട്ട് മടക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതുപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി തന്നെ ഉണ്ട് 2 ഉണ്ട്. ആ 2 ഓല നമ്മൾ ഇത് വീണ്ടും ഇങ്ങോട്ട് എടുക്കുക. ഇതിങ്ങനെ വീണ്ടും നമുക്ക് ആ ഗ്യാപ്പിൽ കൂടെ വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഒറ്റ ഓലയും കൂടെ ബാലൻസ്. അത് നമ്മൾ ഇതിലെ ഇങ്ങനെ എടുക്കുന്നു. അപ്പം നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അതൊരു കത്രിക എടുത്തിട്ട് നമ്മളതിൻ്റെ കോണിങ്ങനെ കണ്ടിക്കുകയാണ്. ഒരു സൈഡ് നമ്മൾ കണ്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണ് അതിൻ്റെ വാല് നമ്മൾ കണ്ടിച്ച് കളയുമ്പോൾ. ഇങ്ങനെ എല്ലാ സൈഡും കണ്ടിച്ച് കളയേണ്ടതാണ്. അപ്പോൾ നമ്മൾ 2 സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ കട്ട് ചെയ്യുക. ഇനി അത് 4 സൈഡും കൂടെ ഉള്ളൂ കട്ട് ചെയ്യാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇത് നമുക്ക് ഇടയ്ക്ക് സമയം വർക്കിനൊക്കെ പോകാൻ ടൈം കിട്ടാഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് വീഡിയോ ഇടാൻ. നമ്മളെ മറന്നു പോകല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. ലാശി ഒരെണ്ണമുണ്ട്, അതുകൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണിത്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാണ് സംഭവം. നിലത്ത് വെച്ചൊന്ന് കറക്കി കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതാണ് സംഭവം. നല്ല രസത്തിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഈർക്കിളി, ആ ഓല ചീകേൻ്റെ ഈർക്കിളി എടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി ഇങ്ങനെ ഒരു ചെറിയ മന പോലെ വെക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ കുത്തുക. കുത്തി കഴിയുമ്പോൾ ഇപ്പറേ വരും ഈ സാധനം. അപ്പോൾ നമ്മൾ ഈർക്കിളി ഇങ്ങനെ വലിക്കുക. അപ്പോൾ ലാസ്റ്റ് വരുമ്പം ഈ പച്ച ഈർക്കിളി ആയിരിക്കണം അതിൻ്റെ അറ്റത്ത് നമ്മളൊരു കെട്ടിട്ട് വെക്കുക. എന്നിട്ട് ആ സാധനം നേരെ താഴോട്ട് ഇങ്ങനെ ഇടുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കാൻ നോക്കി എല്ലാവരെയും കൊണ്ട് സാധിക്കും. 2 ഞങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. നല്ല ഐഡിയ ആണ്. കല്യാണത്തിനൊക്കെ ഡെക്കറേഷൻ തൂക്കിയിടാൻ, പിന്നെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം ഉത്സവം ഗാനം ഇത് കൂട്ട് ഭജനയൊക്കെ വെക്കുമ്പോൾ അമ്പലത്തിലൊക്കെ തൂക്കിയിട്ട് അത് നല്ലൊരു അലങ്കാര വസ്തുവാണ്. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ.